ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ മാതിരി ഞാൻ കോളേജിൽ പോവാ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട്. കുറച്ച് ദൂരത്താട്ടോ കോളേജ്. കുറച്ച് അധിക കാലം വീട്ടിലുണ്ടായിട്ട് പിന്നെ വിട്ടു പോകുമ്പോ എന്തോ പോലെ വല്ലാണ്ട് ഇവിടെ എല്ലാം മിസ് ചെയ്യുന്നെല്ലാം തോന്നുക. സോ ഐ തോട്ട് കുറച്ച് സ്ഥലമൊക്കെ ഡോക്യുമെന്റ് ചെയ്ത് വെക്കാന്ന്. സോ ഈ വീഡിയോന്റെ ആദ്യത്തെ പോർഷനിൽ ഇറ്റ്സ് ഓൾ അബൌട്ട് കോഴിക്കോട് പ്ലേസസ് ആൻഡ് ഫുഡ്. പിന്നത്തെ ഒരു പോർഷനിൽ എന്റെ കുറച്ച് ഫേവററ്റ് ആൾക്കാരോട് ഞാൻ പോവല്ലേ എന്തേലുമൊക്കെ പറയാനുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ പറഞ്ഞ വീഡിയോ ആട്ടോ. നമ്മളൊരു നോർമൽ ബാർബിക്യൂ ചിക്കണും പിന്നെ ബാർബിക്യൂ പെപ്പർ ചിക്കനും ആണ് കേട്ടോ പറഞ്ഞ. കൂടെ ബട്ടർ നാൻ ആൻഡ് പൈനാപ്പിൾ ജ്യൂസ്. നോർമൽ ആണ് നല്ലത്. പെപ്പർ കഴിച്ചപ്പോ പെട്ടെന്ന് ഞാൻ ഡൽഹി ജമാ മസ്ജിദിലോട്ടെല്ലാം പോയ പോലെ. പുറത്ത് നല്ല മഴ ആട്ടോ. ഇതെല്ലാം ഇനി മെമ്മറീസ് ആവില്ലേ എന്ന് ആലോചിക്കുമ്പോഴാ എത്ര ഷോകം ഡേ ആണേലും ബീച്ചിൽ വന്നാൽ മാറാത്ത ഒരു വിഷമം ഉണ്ടാവില്ല. ഇനി ഒരു ഡിഫറെന്റ് സിറ്റിയിലെല്ലാം പോയിട്ട് അവിടുത്തെ ഫുഡ് ആൻഡ് കൾച്ചറൊക്കെ ആയിട്ട് അഡാപ്റ്റ് ആവണം. കോളേജ് ആയതുകൊണ്ട് അത്ര സീൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. പക്ഷെ ജോബൊക്കെ ആവുമ്പോൾ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും അല്ലേ. നമുക്ക് സെയിം ഏജ് ഗ്രൂപ്പിലുള്ളവരെ കിട്ടിക്കൊള്ളുന്നില്ലല്ലോ. അഥവാ കിട്ടിയാൽ തന്നെ അവരായിട്ട് സെറ്റ് ആവുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് നല്ലോണം നാട് മിസ് ചെയ്യും, ഉറപ്പാ. എത്ര ബിസി സ്ട്രീറ്റ് ആണേലും ക്രൗഡ് ആണേലും ഇവിടെ അതൊരു വൈബാണ്. അതിനി പുറത്ത് നിന്ന് വരുന്നവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഓൾസോ ഇവിടെ ഏത് സ്ഥലത്ത് പോയാലും ഏത് ഹോട്ടലിൽ പോയാലും അവിടെ അവർക്കൊരു സ്പെഷ്യൽ ഉണ്ടാവും. പിന്നെ ഇവിടെ വന്നിട്ട് ഫുഡ് കിട്ടാണ്ട് ആരും ഒരിക്കലും സങ്കടപ്പെടൂല. അയ്യോ, ഇത് കോഴിക്കോടിനെ അഡ്മയർ ചെയ്യുന്ന വീഡിയോ എല്ലാം ആയിപ്പോയല്ലോ. വിട്ടു പോവാൻ ആഗ്രഹം ഉണ്ടായിട്ടൊന്നല്ല, ഞാൻ ചൂസ് ചെയ്ത കരിയറിന് ഇവിടെ ഒരു സ്കോപ്പും ഇല്ലാഞ്ഞിട്ടാ. ഞാനിപ്പം എൻ്റെ അമ്മമ്മന്റെ വീട്ടിലേക്ക് പോവാ. ഞാൻ പോവാണല്ലോ. കോളേജിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നൊന്നും കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അമ്മമ്മന്റെ അടുത്തേക്ക് പോവാ. ആൻഡ് ഞാൻ പോകുന്ന സമയത്തായിരിക്കും, ഞാൻ അവിടെ ആവുന്ന സമയത്തായിരിക്കും അമ്മമ്മന്റെ ബർത്ത്ഡേ. അപ്പോൾ അമ്മമ്മയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കണം എന്നുണ്ട്. അതെല്ലാം കൊടുക്കണം. തരട്ടെ? നോക്കി. അത് ശരി. ഇത് സുന്ദരമല്ലൊക്കെ എടുത്തല്ലേ? ഇതാ അമ്മൂമ്മ. അമ്മമ്മൻ്റെ അമ്മ അച്ഛൻ, ഇതിൻ്റെ അച്ഛൻ, ഇത് ചിന്നമ്മ, ഇത് സുന്ദരമ്മ, ഇത് കൃഷ്ണക്ക. ഇതിന്നെ എപ്പോഴും കാണാൻ ഇന്നലെ പോയി എടുത്ത്. സിംഗിള് നല്ല രസമുണ്ടല്ലോ. സിംഗിളാണ്. ഇത് ഒറിജിനൽ എക്സ്പ്രഷനാ? എന്താ 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 ഇതെന്താ? എന്താ മാല? ഇതോ അതെന്താ? ബ്രേസ്ലെറ്റ് അല്ല, മാല. രണ്ടര മാലല്ലേ? കമ്മല്. താങ്ക് യു. ഇങ്ങനെയൊക്കെ നല്ല കമ്മൽ. നല്ല അതില് പോയിട്ട് പഠിച്ചു വരിക. പിന്നെ അങ്ങനെ എപ്പോഴും റോട്ടുമ്പിന്റെ സത്യത്തിനൊന്നും പോകരുത്. ആലോചിക്കാനോ? ഭക്ഷണം എന്ത് കുട്ടികളായിട്ട് നല്ലോണം പോലെ കൂട്ടുകൂടി നടക്കുക. ഒറ്റക്ക് വരാൻ നോക്കരുത്. ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ വരിക. അത്രേ പറയാനുള്ളൂ. ഭക്ഷണമൊക്കെ കഴിക്കുന്നത് മെഴുക്കിലുള്ളതൊന്നും തിന്നരുത്. മെഴുക്കില്ല. അലീഷ, നിനക്കിപ്പോൾ എന്തായാലും എംബസിന് ഒരു ജയ്പൂർ അഡ്മിഷൻ കിട്ടിയിരിക്കുകയാണ്. ഇത് പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞാൽ ഭാവിയിലേക്കുള്ള ഒരു നല്ലൊരു ഡിഗ്രിയാണ്. അത് ലാപ്സാക്കാതെ ആദ്യം പഠിക്കുക. നല്ലൊരു ക്യാമ്പസാണ്, അവിടെ നല്ല രീതിയിൽ പഠിക്കുക. പിന്നെ ഇവിടെ ഉള്ള കുട്ടികളൊക്കെ തന്നെ
എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള കുട്ടികളാണ്. അപ്പോൾ അവരൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്ത് എല്ലാം നിങ്ങളുടെ ഏജ് ഗ്രൂപ്പുള്ള മൈനർ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളാണ്. എല്ലാവരുമായിട്ട് നന്നായിട്ട് മിങ്കിൾ ചെയ്ത് ജീവിതം ആസ്വദിച്ചുകൊണ്ട് പഠിക്കുക. ഇതൊരു ചാൻസ് ഇനി ലൈഫിൽ കിട്ടില്ല. ഓക്കെ, അതാലോചിച്ച് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നല്ല കുട്ടിയായിട്ട് പഠിപ്പിക്കണം, ആരെ കൊണ്ടും പറയിപ്പിക്കരുത് കേട്ടോ. അത്രേ പറയാനുള്ളൂ. പഠിച്ച് നല്ല ഉയരത്തിലെത്താൻ കഴിയട്ടെ. ഗോഡ് ബ്ലസ് യു. എന്നാ മോള് പോണത്? കഴിഞ്ഞിട്ട് പോവും. ഞാൻ പോയിട്ടേ നല്ലൊക്കെ പഠിച്ച് നല്ല കുട്ടിയായിട്ട് നല്ലതിലൊക്കെ ജോലിയൊക്കെ ആക്കിയിട്ട് വേണം വരാൻ കേട്ടോ. നീ നല്ലൊരു ജോലിയൊക്കെ ആവണം. നല്ലോണമൊക്കെ പഠിക്കണം കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് നല്ല സന്തോഷാവല്ലോ. മാവനൊക്കെ ഞങ്ങൾ ഫോൺ ചെയ്യും. അവനൊക്കെ കൂട്ടി ഇപ്പം വരാൻ പറ്റില്ല, ദൂരത്ത്. ശരിയാ, ദൂരത്താണല്ലോ അല്ലേ. എന്നാലും ഫോണിൽ കൂടെ കാണാലോ, പ്രശ്നമില്ല. എന്നാലും പഠിപ്പ് തന്നെ ചെയ്യണം, ഉഴപ്പാൻ പാടില്ല കേട്ടോ. ഇനിയിപ്പോ ചോദിച്ചെന്താ, ഇതാണ് എനിക്കിപ്പോ കിട്ടിയത്, ഇതാണ് നമുക്ക് കിട്ടിയത് വിചാരിച്ച് നമ്മൾ പഠിക്കണം. ഈ അവിടെ പോകുന്നത് പഠിക്കാൻ മാത്രമല്ല, ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് കാലം നമുക്ക് ഇതുപോലെ അങ്ങനെ നടക്കാൻ പറ്റും. അവിടെ പോയിട്ട് പഠിക്കാൻ മാത്രം ചെയ്താൽ പോരാ കേട്ടോ. പോയി തലൊക്കെ കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല സ്വനം കണ്ട് വ്ളോഗൊക്കെ ചെയ്യണം. ഓക്കെ, എന്നിട്ടെന്താ നമുക്കിത് ഈ വ്ളോഗ് മാറ്റി ട്രാവൽ വ്ളോഗിലൊക്കെ ലൈറ്റായിട്ട് മാറ്റിയാൽ എനിക്ക് നല്ലൊരു എൻ്റെ ഒരു സജഷനാണ് ട്രാവൽ വ്ളോഗ് വിത്ത് ഫുഡ് വ്ളോഗ്. പിന്നെന്താ, ജയ്പൂർ അടിപൊളി സ്ഥലമാണ്. അവിടെ എന്തോ സാധനങ്ങൾ കിട്ടുന്ന ഞാൻ കേട്ടിരുന്നു. പിന്നെ എനിക്കൊരു സാധനം കൊണ്ട് തരാണ്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ചാൽ ഞാൻ വയ്യ പറഞ്ഞുതരാം. അവിടെ ഭയങ്കര എക്സ്ക്ലൂസീവ് സാധനം പോയിട്ട് കളിക്കുക. അതെന്നതാ ഓക്കെ, പിന്നെ പറ. വേറെന്താ, പിന്നെ NID പോയ ICT അത്രേ ഉള്ളൂ. ഇനിയിപ്പോ എന്താ, ഏതായാലും എന്താ നമ്മളെ പഠിച്ചാൽ നമുക്ക് നല്ല പണി കിട്ടും. യാ, വിധിയല്ല, ചിലപ്പോ ഇതിലായിരിക്കും എനിക്ക് നല്ല ഭാവി ഉണ്ടാവുക. ഹലോ മോളെ, അഡ്മിഷൻ കിട്ടി പോവുകയാണല്ലോ. അപ്പം അവിടെ പോയി നന്നായിട്ട് പഠിക്കണം. ഓൾ ദ ബെസ്റ്റ്. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അവിടെ പഠിച്ച് ഉന്നതിയിലേക്ക് പോകണം. അലീഷക്കുട്ടി, ഈ നല്ല ഉഷാറാണ് എന്ന് എനിക്കറിയാം. എവിടെ പോയാലും 4 കാലിൽ വീഴുന്നു പറയാം. അതുകൊണ്ട് പഠിച്ച് ഉഷാറായിട്ട് എന്താ ഉന്നതിയിലെത്തുക. ഞങ്ങൾക്കൊക്കെ പ്ലെയിൻ സാരിയിൽ ഓരോ ഡിസൈനൊക്കെ ചെയ്ത് ഞങ്ങളെ ചെറുപ്പക്കാരിയാക്കി തരിക. ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. മോളെ, ഈ നല്ല നിലയിലെത്തും എനിക്ക് അസലായിട്ട് അറിയാം. എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ കിടക്കുന്നത്. വളരെയധികം ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യുക. അന്യ സംസ്ഥാനമാണ്. അവിടെ പിന്നെ ഒരുപാട് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ടുണ്ടാവും. അവരുമായിട്ടെല്ലാം മിങ്കിൾ ചെയ്ത് ഒരു പുതിയ സംസ്കാരം ഉണ്ടാക്കി കൊണ്ടുവരിക. ഒരിക്കലും നമ്മളെ കേരള സംസ്കാരം വിട്ട് കളിക്കരുത്. അപ്പോൾ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് സക്സസ് ഇൻ യുവർ ലൈഫ്. മെസ്സേജൊക്കെ അയച്ചാൽ ഒന്ന് എടുത്ത് നോക്കുക. ഇടയ്ക്ക് എപ്പോഴും മെസ്സേജ് റിപ്ലൈ ഒക്കെ വേണം. പിന്നെ മിസ് ചെയ്യുന്നില്ല, കുറച്ച് സമാധാനം ഉണ്ടാവും. എന്നാലും ഇടയ്ക്ക് മെസ്സേജ് അയക്കും. നോക്കൂല, ഞാൻ മെസ്സേജ് നോക്കൂല, എന്നാലും അയക്കണം. ശരി, ബൈ. മിസ് യു അനീഷ. മഴയാണെങ്കിൽ